ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിന്റെ തമിഴ് റീമേക്കിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ തമിഴിലെ പവിത്രത്തിന്റെ സീസൺ 2 എപ്പിസോഡ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രത്തിന് വലിയൊരു അപകടത്തിൽ നിന്ന് വലിയൊരു ഗുണ്ടകൾ വിക്രത്തിനെ കൊല്ലാൻ വരുമ്പോ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് വിക്രത്തിന്റെ സ്വന്തം മകളായിട്ടുള്ള സുഡർ കേട്ടോ. അപ്പൊ വിക്രത്തിന് അപ്പൊ അറിയില്ല ഇത് തന്റെ മകളാണെന്ന്, മകൾക്കും അറിയില്ല ഇതാണ് തന്റെ അച്ഛനാണെന്ന്. പക്ഷെ ആ കുട്ടിനെ കണ്ടപ്പോൾ തൊട്ട് വിക്രത്തിന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ആ ഒരു കുട്ടിയുടെ മുഖം തന്നെയാണ്. തിരിച്ച് വീട്ടിൽ വന്ന വിക്രം രാധയെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടിനെ ആദ്യമായിട്ട് തൊട്ടപ്പോ, ആ കുട്ടിനെ പൊക്കിയെടുത്തോണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ കുട്ടിനെ ആദ്യമായിട്ട് തൊട്ടപ്പോ എനിക്ക് വല്ലാത്ത വൈബ്രേഷൻ പോലെ, എനിക്ക് വലുത് ആ കുട്ടിനെ കാണുമ്പോഴൊക്കെ ഒരു മനസ്സിലൊരു സന്തോഷം. ജയിലിൽ കിടന്ന നാളും പുറത്തിറങ്ങിയ കാലങ്ങളും ഞാൻ ഇതുപോലെ സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല. എനിക്ക് ആ കുട്ടീനെ ഒന്നും കൂടി കാണണം, നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ കാണാൻ വേണ്ടി പോകണം എന്ന് പറയണം. അപ്പൊ നമുക്കിപ്പൊ തന്നെ പോകാം, ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലേക്ക് നമുക്ക് പോകാം എന്ന് കൂട്ടുകാര് പറയുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ആ സ്കൂളിലേക്ക് പോവാം, നമുക്ക് ഇപ്പൊ തന്നെ പോകാം, എനിക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന് പറയാണ്. രാധ ചോദിക്കണ്ട്, കൊള്ളാം, നിങ്ങളൊക്കെ എവിടത്തെ ആണുങ്ങളാണ്? ആണുങ്ങൾക്ക് ആണുങ്ങളുടെ സ്വഭാവമല്ലേ ഉണ്ടാവുള്ളൂ, പെണ്ണുങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എന്താ ചെയ്യാന്നറിയാവോ? അപ്പൊ വിക്രം ചോദിക്കണ്ട, എന്ത് ചെയ്യും? ഒരു കുട്ടീനെ കാണാൻ പോയല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതി വേണം പോകാനായിട്ട്. നോക്ക്, ഇപ്പൊ നിങ്ങൾ ആ കുട്ടീനെ കണ്ട് എന്ത് ചെയ്യാനാ പോണത്? അത് എന്റെ ജീവൻ രക്ഷിച്ചതിൽ ഞാൻ താങ്ക്സ് പറയും എന്ന് വിക്രം പറയുമ്പോ, കൊള്ളാം, ആ കുട്ടി എന്താ വലിയ കുട്ടി വലുതുമാണോ താങ്ക്സ് പറഞ്ഞ അറിയാനായിട്ട്? താങ്ക്സ് പറഞ്ഞ ആ കുട്ടിക്ക് അത് ഓക്കെ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ആ സെക്കൻഡ് തന്നെ ആ കുട്ടി മറക്കും. കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ചിന്ത, ആ ഒരു താങ്ക്സും ആ ഒരു നന്ദിയൊക്കെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കണം എന്ന് പറയാണ്. അതാണ് കുട്ടികളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് രാധ പറയുമ്പോഴേക്കും കൂട്ടുകാർ പറയണ്ട്, വിക്രം അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോയാലോ? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ തൊട്ടപ്പുറത്തൊരു ഷോപ്പില്ലേ, കുട്ടികളുടെ ഷോപ്പ്, അവിടെ നിന്ന് ആ പകുതി ഓളം കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു ലോറിയിലാക്കി നമുക്ക് കൊണ്ടുപോകാം എന്ന് പറയണം. രാധ പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും മണ്ടത്തരം പറയല്ലേ, ഓരോരോ കുട്ടികൾക്കും ഓരോരോ ടേസ്റ്റ് ആണ്. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ചോക്ലേറ്റിനോടായിരിക്കും, മറ്റൊക്കെ ചില കുട്ടികൾ ബലൂണിനോടായിരിക്കും, ചിലപ്പോ ടോയ്സിനോടായിരിക്കും, ഡോൾസിനോടായിരിക്കും, ചിലപ്പോ കടപ്പുറത്ത് കറങ്ങാൻ പോകണം, പാർക്കിൽ പോകണം, ബീച്ചിൽ പോകണം, അങ്ങനെ പല പല സെറ്റപ്പാണ് ഓരോരോ കുട്ടികൾക്കും. ചില കുട്ടികൾക്ക് ചോക്ലേറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ, ചിലർക്ക് ബിസ്ക്കറ്റ്, ചിലർക്ക് ഡ്രസ്സ്, ചിലർക്ക് പൊട്ട്, ക്ലിപ്പ്, അങ്ങനെ പല ഇഷ്ടങ്ങളായിരിക്കും. അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ രാധ എന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും രാധ പറയേണ്ട, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിക്കും, മോൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അവൾ എന്താ പറയണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുത്താൽ മതി, അത് നല്ലൊരു ഐഡിയ ആണ്. എങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ കുട്ടീനെ കാണാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞിട്ട് അവർ അപ്പോൾ തന്നെ കുട്ടീനെ കാണാൻ വേണ്ടി കുട്ടിയുടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുവാട്ടോ. അതേസമയം നമ്മുടെ സുഡർ ആണെങ്കിൽ വേദയെടുത്ത് പറയണ്ട, അമ്മേ ഞാൻ എന്നാ സ്കൂളിലേക്ക് പോവാണ്. അതെ, സ്കൂൾ ബസ് വന്നിട്ട് മാത്രം ബസ്സിൽ കയറി വേണം പോവാൻ. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിയും കണ്ടു ഇറങ്ങണം, പിന്നെ കറക്റ്റ് ആയിട്ട് സ്കൂളിൽ തന്നെ കയറണം, വേറെ എവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പൊ സുഡർ പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അതെ, നിന്നെ പോലത്തെ പിള്ളേരുടെ എല്ലാ ദിവസവും അല്ല, ഓരോരോ സെക്കൻഡും ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അതൊന്നും നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയാണ്. ശരി. അപ്പൊ വിജി പറയുന്നുണ്ട്, ശരി ശരി, ഞാനേ സ്കൂൾ ബസ് വരാൻ സമയം, മോളെ കൊണ്ട് ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാണ് നമ്മുടെ സുഡറിന്. സുഡർ വരുന്നതും കാത്തു സ്കൂളിന്റെ അതായത് ഉള്ളിലേക്ക് കടന്നോട്ടോ വിക്രവും കൂട്ടുകാരും. വിക്രത്തിന്റെ പിടിപാടിച്ചിട്ട് സ്കൂളിനുള്ളിലേക്ക് കടക്കാൻ ഒരു പാടുമില്ലല്ലോ. അങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിനെ കാണുന്നില്ലല്ലോ എന്നിട്ട് ആ ചിന്തിച്ചുകൊണ്ടിരിക്കെ തന്നെ കൂട്ടുകാരൻ പറയണ്ട്, വിക്രം ദേടെ നോക്കിക്കേ, ദേ അത് നമ്മുടെ സുഡർ അല്ലേ എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് സുഡർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം വിളിക്കാണ്. ഹായ് വിക്രം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സുഡർ വിക്രത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ കുട്ടിയെ ഓടി വരുന്നത് കാണുമ്പോ തന്നെ നമ്മുടെ കൂട്ടുകാർ പറയണ്ട്, ഹോ എന്തൊരു ക്യൂട്ടാണല്ലേ ഈ കുട്ടി എന്ന് പറയാണ്. ഹലോ വിക്രം, ഇതെന്താ ഇവിടെ? ഞാനെ തന്നെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് വിക്രം പറയുന്നുണ്ട്. എന്നെ കാണാനോ? അതെ, ഇന്നലെ എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അല്ല, മോൾക്കിപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല. അതെന്താ കുഴപ്പമില്ലാത്തത്? ഞാന് സ്ട്രോങ് ബോഡിയാണ്. സ്ട്രോങ്ങോ? അതെ, ഈ റാഗി ദോശ അതുപോലെ തന്നെ ചിക്കൻ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാൽ നല്ല സ്ട്രോങ് ആവും. വിജയമ പറഞ്ഞതാ, അതുകൊണ്ട് എനിക്ക് എന്ത് വന്നാലും പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റും. ഓഹോ, അങ്ങനെയാണോ? അല്ല, വിക്രത്തിന് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഞാനും റാഗി ദോശ ചിക്കനൊക്കെ കഴിക്കും, അതുകൊണ്ട് ഞാനും സ്ട്രോങ് ആണ്. ഓ, അല്ല, വിക്രത്തിന്റെ ജോലി എന്താ? ജോലിയുണ്ട്. എന്ത് ജോലിയാണെന്ന്? അത് എന്ത് ചോദിച്ചാൽ ക്ലീൻ ആക്കലോ? അതെന്താ? അതൊക്കെ ഉണ്ട്, അതൊക്കെ മോളോട് പറഞ്ഞാലേ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം മോളുടെ മുഖത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അത് പറഞ്ഞിങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പൊ തന്നെ മോള് പറയണ്ട, അയ്യേ, പെർമിഷൻ ഇല്ലാതെ ഒരാൾക്ക് ഉമ്മ കൊടുക്കാൻ പാടില്ലെന്ന് അറിയില്ലേ മിസ്റ്റർ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോ വിക്രത്തിന് ഷോക്ക് ആവണം. വേദയുടെ അതേ ഒരു രീതിയിൽ, വേദയുടെ അതേ സ്റ്റൈലിൽ, വേദയുടെ അതേ സംസാരത്തിലാണ് ഈ കുട്ടി പറയണേ കേട്ടോ. അപ്പൊ വിക്രം കുറച്ചിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ വിക്രം ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ വിക്രം
വിക്രം പറയുന്നുണ്ട് അതിനെ തന്റെ മുഖത്തിന് മുമ്പ് വെച്ചില്ലല്ലോ, കൈവച്ച് അങ്ങനെയല്ലേ കാണിച്ചുള്ളൂ. അങ്ങനെ കാണിക്കുമ്പോഴും പെർമിഷൻ ചോദിക്കണം, അതറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ട് വിക്രം ഈ കുട്ടി സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് നമ്മുടെ ഇത് പറയുന്നത് വേണ്ട, അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. അപ്പോ മോള് ചോദിക്കണ്ടേ, അല്ല എന്താ വിക്രം ഇവര് പറയണത്? അതൊന്നും ഇല്ല മോളെ, ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറയണതാ. അല്ല മോൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം? മോൾക്ക് പറയണത് ഞാൻ മേടിച്ചിടും. അയ്യോ ആരുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കാൻ പാടില്ലെന്നും കഴിക്കാൻ പാടില്ലെന്നും ഗിഫ്റ്റ് മേടിക്കാൻ പാടില്ലെന്നൊക്കെ എന്റെ വിജിയമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓഹോ, പിന്നെ വിജിയമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടത്തെ നമ്മുടെ അണ്ണന്റെ കടയില്ലേ, അണ്ണന്റെ കടയിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും മേടിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഏത് അണ്ണന്റെ കട? സ്കൂളിലെ ഫ്രണ്ടിലുള്ള അണ്ണന്റെ കട. എന്നാ അവിടെ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം സുഡറിനെ എടുത്തുകൊണ്ട് ആ കടയിലേക്ക് പോവാട്ടോ. എന്നിട്ട് ചോദിക്കട്ടെ മോൾക്ക് ഏത് മിഠായ വേണ്ടത്? അപ്പൊ ആ കുട്ടി ഒരു ചോക്ലേറ്റ് കാണിച്ചെടുക്കാണ്. എനിക്ക് ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഈ ചോക്ലേറ്റ് മതി വിക്രം എന്ന് പറയണം. അപ്പോഴേക്കും കൂട്ടുകാരൻ വിക്രമത്തോട് പറയണ്ട, എടാ വേണ്ട ഈ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണ്ട. അതെന്താടാ? ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്, ഇത് വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ അവളുണ്ടായിരുന്ന ലോലിപോപ്പ് എടുത്ത് മോളുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. ഇത് കഴിച്ചോ, ഇതൊക്കെ നല്ല സൂപ്പർ മിഠായ, ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കാണ്. അങ്ങനെ ആ കുട്ടി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ ക്ലാസ്സിലേക്ക്. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വിക്രം കൂട്ടുകാരനോട് ചോദിക്കണ്ടേ, എടാ നീ എന്തുകൊണ്ടിട്ടാടാ ആ മിഠായി മോൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? മോൾക്കാണെങ്കിൽ ആ മിഠായി ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ മോൾക്ക് എന്താ മിഠായി കൊടുക്കണ്ടെന്ന് നീ പറഞ്ഞത്? എടാ വിക്രം ആ മിഠായി എന്താ നിനക്ക് അറിയില്ലേ? എടാ അത് ഉണ്ട മിഠായാ, ചോക്ലേറ്റ് ഉണ്ട മിഠായി. അതെനിക്കറിയാം, കണ്ടാലറിയാലോ ചോക്ലേറ്റ് ആണെന്ന്. എടാ അതെന്താന്നറിയില്ലോ, ഗുണ്ടെന്നാ അതിനെ കുറിച്ച് പിള്ളേരൊക്കെ പറയണത്. അതെന്താന്ന് എനിക്ക് അറിയില്ലടാ എന്ന് പറയുമ്പോഴേക്കും രാധയുടെ അച്ഛൻ വരുന്നുണ്ട്. അത് വേറൊന്നല്ല വിക്രം, അത് കഴിച്ചാൽ നമുക്ക് ചെറിയൊരു അഡിക്ഷൻ പോലെ ആകും. വിക്രം പാടാ അഡിക്ഷനോ? അപ്പൊ കൂട്ടുകാരൻ പറയണ്ട, അതേടാ ആ മിഠായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇതിന്റെ ഒരു ചെറിയ കഷ്ണം കഴിച്ചു നോക്ക്, നമുക്കേ ഇത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ കാര്യം വിക്രം ആ മിഠായില് കുറച്ച് ചോക്ലേറ്റ് കഴിക്കുകയാണ്. വിക്രം അപ്പൊ തന്നെ തുപ്പിക്കളയാണ്. അയ്യേ ഇതെന്താ ഇത് ഒരുമാതിരി ടേസ്റ്റ്? അതന്നെയാ പറഞ്ഞത്, ചോക്ലേറ്റിൽ എന്തോ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അഡിക്ഷൻ തോന്നും. 1-2 പ്രാവശ്യം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും. അതന്നെയാണ് പിള്ളേർക്ക് സംഭവിക്കുന്നത്. എടാ പിന്നെ ഇങ്ങനെ എന്തിനാണ് ഇതൊക്കെ സ്കൂളിന് മുമ്പിൽ കൊണ്ടുപോയി വിൽക്കണത്? എടാ ഇത് ഈ സ്കൂളിൽ നിന്നല്ല, മിക്ക സ്കൂളിൽ മുമ്പിൽ ഇങ്ങനത്തെ കടകളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിള്ളേരെ ചെറുപ്പത്തിൽ അഡിക്ഷൻ ആക്കുവാണ് അവര്. ഇത് ഞങ്ങൾക്ക് എന്തായാലും ചോദ്യം ചെയ്യണം, ഇതിനെതിരെ നിയമ നടപടി എടുക്കണം എന്ന് വിക്രം പറയാണ്. എടാ അതിന്റെ അടുത്തൊക്കെ നമുക്ക് പോകാം, അത് വളരെ സിമ്പിൾ ആണല്ലോ, നമുക്ക് അതിനെ കുറിച്ച് ചെയ്യാം. അല്ല സുഡറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായി ഇതാണെന്ന്, അപ്പൊ അവള് ഈ മിഠായി തിന്നുന്നുണ്ടെന്നല്ലേ അർത്ഥം? അതേടാ അവൾ ഈ മിഠായി കഴിക്കുന്നുണ്ട്, അതല്ല അവള് ആ മിഠായി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അവളെന്നല്ല മിക്ക കുട്ടികളും ആ മിഠായി കഴിക്കുന്നുണ്ട്. ആ മിഠായിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, ലഹരി പോലത്തെ എന്തൊരു സംഭവം ഉണ്ട്. പിള്ളേരെ ചെറുപ്പത്തിലെ ലഹരിക്ക് അടിമയാക്കുകയാണ് ചെയ്യണത്. എന്തായാലും ഇത് വെച്ചു പുലർത്താൻ പറ്റില്ല എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. എന്നിട്ട് അതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടി തുടങ്ങാൻ പോവാണ് വിക്രം കേട്ടോ. അപ്പൊ അതങ്ങനെ നിൽക്കുന്ന സമയത്ത് രാത്രി ആകുമ്പോഴേക്കും വിക്രം മോളെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളും അങ്ങനെ തന്നെ കേട്ടോ. അവസാനം നമ്മുടെ സുഡർ ആരും അറിയാതെ നമ്മുടെ വിക്രത്തിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ആകാശം നോക്കുമ്പോ നക്ഷത്രങ്ങൾ നിങ്ങളായിട്ട് തോന്നും, വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോ വെള്ളം നിങ്ങളായിട്ട് തോന്നും, എനിക്ക് കിടക്കാൻ തോന്നുമ്പോഴേക്കും കിടക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്ന പോലെ തോന്നും, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ വിക്രം എന്ന് സുഡർ പറയുമ്പോ വിക്രം പറഞ്ഞു, മോളെ എനിക്കും അങ്ങനെ തന്നെയാ, മോളെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം അത്രയും ഭാഗം ഞാൻ ഇപ്പൊ പറയണുള്ളൂ, ഇതിന്റെ ബാക്കി ഞാൻ നാളെ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.